ഗ്യാസ് ഏജൻസി ഉടമയിൽ നിന്ന് 2 ലക്ഷം രൂപ കൈക്കൂലി വാങ്ങുന്നതിനിടയിലാണ് അലക്സ് മാത്യു വിജിലൻസിന്റെ പിടിയിലായത്. 5 വർഷമായി പനമ്പള്ളി നഗറിലുള്ള IOC ഓഫീസിലാണ് അലക്സ് മാത്യുവിന്റെ ജോലി. കവടിയാർ സ്വദേശി മനോജിന്റെ പരാതിയിലാണ് വിജിലൻസ് നടപടി സ്വീകരിച്ചത്. 2013 മുതൽ ഇയാൾ പരാതിക്കാരനിൽ നിന്ന് പണം കൈപ്പറ്റുന്നുണ്ട്. ഒടുവിൽ വീട്ടിൽ വന്ന് 10 ലക്ഷം രൂപ കൈക്കൂലി ആവശ്യപ്പെട്ടതോടെയാണ് പരാതിപ്പെടാൻ മനോജ് തീരുമാനിച്ചത്. കൈക്കൂലി പണത്തിലെ വിഹിതമായ 2 ലക്ഷം രൂപ കൈപ്പറ്റാൻ മനോജിന്റെ കവടിയാറിലെ വീട്ടിലെത്തിയപ്പോഴായിരുന്നു അറസ്റ്റ്. മുൻകൂട്ടി തീരുമാനിച്ചുറപ്പിച്ച ശേഷം പ്ലാന്റ് ഓപ്പറേഷനുമായി കാത്തുനിന്ന വിജിലൻസ് ഉദ്യോഗസ്ഥർ ഇയാളെ ഇതേ വീട്ടിൽ വെച്ച് പിടികൂടുകയായിരുന്നു. എന്നാൽ വിജിലൻസ് കസ്റ്റഡിയിൽ രക്ഷപ്പെടാൻ പഴുതുകൾ തേടുകയാണ് അലക്സ് മാത്യു. മനോജിന്റെ വീട്ടിൽ നിന്ന് 200 മീറ്റർ അകലെ അലക്സിനൊരു വീടുണ്ട്. ഈ വീട് ഇപ്പോൾ പുതുക്കി പണിയുകയാണ്. വീടിന്റെ അറ്റകുറ്റിപ്പണിക്കായി താൻ മനോജിനോട് 2 ലക്ഷം രൂപ വായ്പ ചോദിച്ചെന്നും ഈ പണമാണ് വിജിലൻസ് കണ്ടെടുത്തതെന്നുമാണ് അലക്സിന്റെ ന്യായീകരണം. ഇതിനു പുറമെ അലക്സിന്റെ പേരിൽ 24 സ്ഥിര നിക്ഷേപ അക്കൗണ്ടുകളിലായി 30 ലക്ഷം രൂപ നിക്ഷേപമുണ്ടെന്നും വിജിലൻസ് കണ്ടെത്തി. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽ തുമ്പിലറിയാൻ സി മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.